ധ്യാൻ്റെ ആയാലും മുകേഷിൻ്റെ ആയാലും ഊർവശിയുടെ ആയാലും എല്ലാവരും കോമഡിയും കൂടെ ആയാലും നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഒരു കോമഡി ഫാമിലി സെഗ്മെന്റ് എന്റർടൈനർ ആണ്. ഉർവശി വേണം താർത്തുണ്ട്. ഇതിനകത്ത് ഉർവശിയുടെയും മുകേഷിൻ്റെയും ഒക്കെ നല്ല അഭിനയമാണ്. പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പടം നല്ല പടം, അതായത് ഫാമിലി ആയിട്ട് കണക്ട് ആവുന്ന പടമാണ്. അത് ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതായത് മറ്റേ ധ്യാൻ്റെ ആയാലും മുകേഷിൻ്റെ ആയാലും ഊർവശിയുടെ ആയാലും എല്ലാവരും കോമഡിയും കൂടെ ആയാലും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ചെറിയൊരു കഥ പോലെ ഇതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നല്ല പടം. ആ കോമ്പോ നല്ല രസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് സീനിയേഴ്സ് ആർട്ടിസ്റ്റിൻ്റെ നല്ല വർക്കായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഒരു കോമഡി ഫാമിലി സെഗ്മെന്റ് എന്റർടൈനർ ആണ്. ഉർവശി വേണം താർത്തുണ്ട്, മുകേഷ് സാറും പിന്നെ ധ്യാൻ ദുർഗ എന്നുള്ള കോമ്പിനേഷനാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. കോമഡി നിലവാരം കുറച്ചുകൂടി കൂട്ടമായിരുന്നു. എല്ലാം കൊണ്ട് കണ്ടിരിക്കാവുന്ന എന്റർടൈനറാണ്, ഫാമിലി എന്റർടൈനറാണ്. ബ്രാഹ്മണിസ്റ്റൽ കാണിക്കുന്നുണ്ട്. ഉർവശിയുടെ മുകേഷാണ് നടത്തുന്നുണ്ട്, ദുർഗയും ധ്യാൻ നടത്തുന്നുണ്ട്. നല്ല ഒരു കണ്ടിരിക്കാം, നല്ല എന്റർടൈനറാണ്, കോമഡിയാണ്. അവസാനം സെക്കൻഡ് ഹാഫിൽ കുറച്ച് എലിമെന്റ്സ് ഉണ്ട്. ഫാമിലി ഫിലിമാണ്, കണ്ടിരിക്കാം. സിനിമ എം എ നിശാ സാർ എന്ന് പറയുന്ന ഒരുപാട് സീരിയസ് വിഷയങ്ങൾ സീരിയസ് വിഷയങ്ങൾ എടുത്തിട്ട് സിനിമ ചെയ്തിട്ടുള്ള ഒരാൾ. അദ്ദേഹം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമഡി സബ്ജക്റ്റ് എടുത്തുകൊണ്ട്, ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോമഡി സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്നത്. അതായത് ദുബായ് പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഉർവശിയുടെയും മുകേഷിൻ്റെയൊക്കെ നല്ല അഭിനയമാണ്. കാസ്റ്റിംഗ് കൊള്ളാം. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇത്ര കോമഡിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. സെക്കൻഡ് കുറച്ച് സെൻറ്റിമെൻറ്റ്സിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിനിമ, ഫാമിലിയായിട്ട് നമുക്ക് കാണാവുന്ന ഒരു പടമാണ്. അടിപൊളി. ഞാൻ ഈ പടത്തിൻ്റെ സംവിധായകനല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് അല്ലല്ലോ, ഞാൻ എത്രയോ തവണ കണ്ടു കാണും. പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ പൾസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലെ മന്ത്രിമാർക്കും എം എൽ എമാർക്കും വേണ്ടി ഞങ്ങളൊരു ഷോ ഇട്ടിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് അതിൽ നിന്നൊരു പൾസ് കിട്ടി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമല്ല, എല്ലാവർക്കും പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഫീൽ ഗുഡ് മൂവി ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം വിജയം കണ്ടു എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, എങ്ങനെയുണ്ടായി? ഞാനെന്താ പറയുന്നത്, നിങ്ങളാ പറയേണ്ടത് പടം എങ്ങനെയുണ്ടെന്നുള്ളത്. വളരെ സന്തോഷം. ഫാമിലി ആയിട്ടാണ് മൂവി കാണാൻ വന്നിട്ടുള്ളത്. പ്രൊഡ്യൂസറോട് നിൽക്കുന്ന വായു എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇന്നലെ ട്രിവാൻഡ്രത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുപരി ഇന്നിപ്പോൾ ദുർഗ വന്നതും എല്ലാ അമ്മയുടെയും അതേപോലെ അമ്മമ്മയുടെ കൂടെയൊക്കെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. കാരണം ഫാമിലിയോട് കൂടി വന്ന് ഒരു ഫാമിലി വാല്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മൂവിയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയോട് കൂടിയിട്ട്, എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, അമ്മമാർ അല്ലെങ്കിൽ അമ്മയും അച്ഛനും മക്കളെ സ്നേഹിക്കുന്ന അമ്മയും അച്ഛനും വേണ്ടിയിട്ട് ഈ ഒരു പടം ഡെഡിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ന്യൂജനും നമ്മുടെയൊക്കെ പഴയ മക്കളുടെ ആ വാല്യൂ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ സ്നേഹം ഇന്ന് പലർക്കും അതിൻ്റെ ആഴത്തെ കുറിച്ചിട്ട് അത്രയ്ക്ക് ആ ഒരു ഫീല് വരാറില്ല. പക്ഷേ ഈ ഒരു പടം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും ആ ഒരു സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് എന്താണെന്നും. അതോടുകൂടി തന്നെ അതിൽ ഫ്രണ്ട്ഷിപ്പും ആ ഒരു യങ്ങർ ജനറേഷൻ്റെ ആ ഒരു വൈബും എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ റിയൽ ഫാമിലി എൻ്റർടൈനർ. സോ ഓൾ ഓഫ് യു വാച്ച് വിത്ത് യുവർ ഫാമിലി, സെയിം ലൈക്ക് വാട്ട് ദുർഗ ഹാവ് ഡൺ. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ഹെർ ബൈ ബ്രിങ്ങിങ് ദ ഫാമിലി ഇൻ. താങ്ക് യു. ഒരുപാട് ചിരിച്ച് അവസാനമാകുമ്പോഴേക്കും കണ്ണ് നിറയിച്ചൊരു സിനിമയാണ്. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ പ്രിവ്യൂ വെച്ചപ്പോഴും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ഇനിയും ആളുകൾ കാണണം, കണ്ടിട്ട് നിങ്ങളിനി അഭിപ്രായം പറയും. ഞാനിപ്പോൾ ഫാമിലി ആയിട്ടാണ് കണ്ടത്. എൻ്റെ അച്ഛമ്മ, അമ്മ, ഹസ്ബൻഡ്, അനിയൻ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവരെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇനി കണ്ടിട്ട് പറയും എങ്ങനെയുണ്ടായിരുന്നു സിനിമ. നല്ല ഉഷാറായിട്ടുണ്ട് മോളെ പടം. ലാസ്റ്റ് സീന് ഒരു കരച്ചിൽ വന്നു പോകുന്നു, ഉർവശി കരയുമ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. മോളെ പടം വന്ന മുതൽ എന്നും കാണും, എല്ലാ പടത്തെ കാണാൻ. മഹാരഥന്മാരായ നടന്മാർ ഈ സിനിമയിൽ എന്നോടൊപ്പം സഹകരിച്ചു. ഇത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഹൃദയബന്ധത്തെ വളരെ സർക്കാസ്റ്റിക്കായിട്ട് ആനുകാലിക സംഭവങ്ങളൊക്കെ കോർത്തിറക്കിക്കൊണ്ട് ഒരു അയ്യരെ ഞാൻ പോർട്രേ ചെയ്തിരിക്കുകയാണ്. അതിൽ മുകേഷ് ചേട്ടനും ഉർവശി ചേച്ചിയും ധ്യാനും ഷൈനും ദുർഗാകൃഷ്ണയും അലൻസിയറും സുധീർ കരവനെയും സുനിൽ സുഗതയും അതുപോലെ ഏകദേശം 44ഓളം താരങ്ങൾ എന്നോടൊപ്പം സഹകരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ടെക്നീഷ്യൻസ് ആനന്ദ് മസൂനൻ, മ്യൂസിക് എഡിറ്റർ ജോൺകുട്ടി,
വിവേക് മേനോനെ പോലെയുള്ള ക്യാമറാമാൻ സിദ്ധാർത്ഥ് താമസ, ബിനു മുരളി, ഇവരെ എല്ലാവരെയും എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ സിനിമയിൽ പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ കുടുംബ പ്രേക്ഷകരും ഈ സിനിമ പോയി കാണണം. എവിടെയെങ്കിലും നിങ്ങളെ കണക്ട് ചെയ്താൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ വളരെ ധന്യനാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഈ സിനിമ ഒരു പ്രേക്ഷകനെ പോലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ദുർഗ എന്താണ് എന്താ പറയണ്ടേ? ഏതാ പടത്തിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ആണോ? ഏതാ വേണ്ടേ? കണ്ടപ്പോൾ അല്ല, പടത്തിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് നമ്മളിപ്പം ഓൾറെഡി പ്രൊമോഷൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഇരുന്ന് ഷെയർ ചെയ്തു. നിഷാദിക്കയുടെ കൂടെ, പിന്നെ വെൽത്തായി പ്രൊഡക്ഷൻ, വിഘ്നേഷ് സാറിൻ്റെ കൂടെയൊക്കെ ദുബായിൽ ഒരുപാട്. എനിക്ക് ഷൂട്ട് അധികം അധികമല്ല, എൻ്റെ ഷൂട്ട് മൊത്തം ദുബായിലായിരുന്നു. അപ്പം അവിടെ ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പം ഫാമിലി ആയിട്ട് എൻ്റെ ഫുൾ ഫാമിലി ഉണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് പടം കണ്ട് എന്താ പറയുക, നമുക്ക് എത്ര സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിലീഫാകും. ഒരുപാട് ഇരുന്ന് കുറേ ചിരിച്ച് അവസാനമായപ്പോൾ കണ്ണ് നിറയിച്ചൊരു സിനിമയാണ് എയർ ഇന്ത്യ അറേബ്യ. ഇപ്പം മിക്ക പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സിനിമയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂവി തന്നെയായിരിക്കും. അപ്പം ഇനി കാണാത്തവരൊക്കെ പോയി കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. ഷൈനും ധ്യാനും ഓക്കെ. ഞാൻ ഷൈൻ്റെ കൂടെ ഓൾറെഡി 4 പടം ചെയ്തിട്ടുണ്ട്. ഷൈൻ്റെ കൂടെ അല്ല, ധ്യാൻ്റെ കൂടെ ഓൾറെഡി 4 പടം ചെയ്തിട്ടുണ്ട്. ഷൈൻ്റെ കൂടെ ഇത് 2ാമത്തെ പടമാണ്. അപ്പോൾ എനിക്ക് പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വരുമ്പം രസമാണ്. സെറ്റിലാണെങ്കിലും പ്രത്യേകിച്ച് പ്രൊമോഷൻ്റെ സമയത്ത്, മീഡിയയിൽ പ്രൊമോഷനിൽ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്താണല്ലോ ഇവർ തഗ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. വീണ്ടും ഒരു കേക്ക് താഴേക്ക് തരലിട്ടു. അടുത്ത പടം കൂടി വന്നു കഴിഞ്ഞാലേ അടുത്ത പടം താങ്ക് യു. ആ